എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികളും എക്സാം എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ തന്നെ കേരള എക്സാംസുകളിൽ ഒരു മിനിയേച്ചർ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. RRBJയുടെ 2025 എക്സാം എപ്പോൾ നടക്കും, ഈ മാസം വരുമോ അടുത്ത മാസം വരുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനല്ല ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. RRBJയുടെ 2024 എക്സാം ഉണ്ട് അല്ലേ? ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RRBJ എക്സാമുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ അതേപോലെ ഒരുപാട് കണ്ടന്റുകൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ 2024 എക്സാം എഴുതിയിട്ടുള്ള എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളുടെ റിസൾട്ട് കൂടി നമുക്കൊന്ന് പരിശോധിക്കണമല്ലോ. അതായത് നമ്മൾ ഒരുപാട് RRBJ കോഴ്സിനെ കുറിച്ചും നമ്മുടെ ടീച്ചേഴ്സിനെ കുറിച്ചും നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ചും ഒക്കെ പറയാറുണ്ട്. തീർച്ചയായിട്ടും അതിനേക്കാൾ ഉപരി നമ്മുടെ റിസൾട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഇൻസ്പിറേഷൻ അതേപോലെ മോട്ടിവേഷൻ നമ്മൾ വിശ്വസിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് RRBJയുടെ റിസൾട്ട് നമുക്കൊന്ന് ഷെയർ ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഈ റിസൾട്ട് പൂർണ്ണമായിട്ടും എടുത്തിട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ RRBJയുടെ മെഡിക്കലോട് കഴിഞ്ഞതിന് ശേഷമാണ് ഒഫീഷ്യലി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ മുഴുവൻ റിസൾട്ടും എടുത്തിട്ടില്ല. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിലെ എൻട്രിയുടെ CBT 2 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, CBT 2 ക്വാളിഫൈ ചെയ്ത് മെഡിക്കലോട് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാണ്, RRBJ ആയിട്ട് പോസ്റ്റിംഗ് ലഭിക്കും. 1:1 എന്ത് ചെയ്തിട്ടുള്ളത്, ഇത്തവണ ഉദ്യോഗാർത്ഥികളെ മെഡിക്കൽ ആൻഡ് ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ക്ഷണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം കൂടി അറിയാം. അപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ എക്സാംസിൽ ഏറ്റവും മികച്ച റിസൾട്ടാണ് എൻട്രിയുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എൻട്രിയുടെ ഒരുപാട് നല്ല റിസൾട്ടുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശ്വതി ആണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് വിനീത് ആയിക്കോട്ടെ, അതേപോലെ തന്നെ വിനായക്, ഇതൊക്കെ നമ്മൾ എന്താണ് RRBJ CBT 2 ക്വാളിഫൈ ചെയ്തിട്ട് ജെഇമാരായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണ് കേട്ടോ. ഇതെല്ലാം നമ്മുടെ RRBയുടെ JE ആയിട്ട് വർക്ക് ചെയ്യാൻ പോകുന്ന ആളുകളാണ്. എൻട്രിയുടെ റിസൾട്ടാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതായത് RRBJക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഏറ്റവും മികച്ച റിസൾട്ട് നമ്മൾ എൻട്രിയിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് നമ്മുടെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതെല്ലാം എൻട്രിയിലൂടെ CBT 2 ക്വാളിഫൈ ചെയ്തിട്ട് ജോലി നേടാൻ തയ്യാറായിരിക്കുന്ന ആളുകളാണ്. വളരെ അഭിമാനമാണ് നമ്മുടെ ടീച്ചേഴ്സിനാണെങ്കിലും മെന്റേഴ്സിനാണെങ്കിലും. അതേപോലെ തന്നെ കൃത്യമായിട്ട് ഇവരുടെ ഹാർഡ് വർക്ക് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഒരു പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്യില്ല, ജോലി ലഭിക്കില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. എന്താ അവിടെ വ്യത്യാസം വരുന്നത്, ഉദ്യോഗാർത്ഥികളുടെ എഫേർട്ട് തന്നെയാണ് അല്ലേ? നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതിൽ വലിയൊരു പങ്കെന്ന് പറയുന്നത് ഈ ഉദ്യോഗാർത്ഥികൾ ഇവരെടുത്തിട്ടുള്ള ആ ഒരു ഡെഡിക്കേഷനും ഡിറ്റർമിനേഷനും അവർ സാക്രിഫൈസ് ചെയ്തിട്ടുള്ള പല എന്താ പറയുക നല്ല അവസരങ്ങളുണ്ട്. ഒരു പക്ഷേ സിനിമക്ക് പോകാനുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ ഫംഗ്ഷൻസിന് പോകാനുള്ള അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ റിസൾട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഇതെല്ലാം എൻട്രിയിലൂടെ വന്ന ഏറ്റവും മികച്ച റിസൾട്ട് തന്നെയാണ്. ഇനിയും റിസൾട്ടുകൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അതിന് മുന്നേ നമ്മൾ എൻട്രിയുടെ ഈ ഒരു RRBJ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത കൂടി ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാണ്. അതായത് എന്തുകൊണ്ട് എൻട്രിയെ നിങ്ങൾ RRBJക്ക് വേണ്ടി ചൂസ് ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദ ബെസ്റ്റ് ഫാക്കൽറ്റി ഫോർ ബോത്ത് ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ എക്സാംസ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, RRBJ എന്ന് പറഞ്ഞാൽ പ്യൂർലി ഒരു ടെക്നിക്കൽ എക്സാം അല്ല, അതേപോലെ തന്നെ നോൺ ടെക്നിക്കൽ എക്സാമും അല്ല. അതായത് രണ്ടിൻ്റെയും കൂടി ഒരു ബ്ലെൻഡാണ് ഈ ഒരു RRBJയുടെ എക്സാം എന്ന് പറയുന്നത്. നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ BTechന് പഠിക്കുന്നില്ല അല്ലേ? അപ്പോൾ അത് പഠിച്ചെടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല CBT 1 ഈ ഒരു RRBJ എക്സാമിൽ CBT 1 കംപ്ലീറ്റ്ലി നോൺ ടെക്നിക്കലാണ്. നോൺ ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ BTech അല്ലെങ്കിൽ ഡിപ്ലോമ സബ്ജക്റ്റ് അല്ലാത്ത സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പ്ലാറ്റ്ഫോമുകളുണ്ടാവും. ടെക്നിക്കൽ മാത്രം എടുക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാവും, നോൺ ടെക്നിക്കൽ മാത്രം എടുക്കുന്ന പ്ലാറ്റ്ഫോം ഉണ്ടാവും. എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നോൺ ടെക്നിക്കൽ ആണെങ്കിൽ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് 5-8 വർഷങ്ങളായിട്ട് ഒരുപാട് നല്ല റിസൾട്ടുകൾ ബാങ്കിങ് മേഖലയിൽ, അതേപോലെ തന്നെ ഏത് PSC എക്സാംസ് എടുക്കുകയാണെങ്കിലും SSC CGL എക്സാം എടുക്കുകയാണെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയിലും നോൺ ടെക്നിക്കലിലെ ഗംഭീരമായിട്ടുള്ള റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് എൻട്രി. അതേപോലെ തന്നെ ടെക്നിക്കൽ എക്സാംസിലും കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിപ്പോൾ ടെക്നിക്കൽ എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ട് 5 വർഷമായിട്ടേ ഉള്ളൂ. എന്നാൽ ഈ 5 വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഒരുപാട് റിസൾട്ടുകൾ 1ാം റാങ്കും 2ാം റാങ്കും 3ാം റാങ്കും 4ാം റാങ്കും 5ാം റാങ്കും ഒക്കെ ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്കുകളാണ് എൻട്രിയുടെ ടെക്നിക്കലും എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്, പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് എൻട്രി ടെക്നിക്കൽ തന്നെയാണ് എന്ന് പറയേണ്ടി വരും. കാര്യം ടെക്നിക്കൽ വിങ്ങും വളരെ സ്ട്രോങ് ആണ്, നോൺ ടെക്നിക്കലും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന ഒരു എക്സാം ആയതുകൊണ്ട്
നിങ്ങൾ ഏറ്റവും മികച്ച ഫാക്കൽറ്റി പൂളായിരിക്കും ടെക്നിക്കലും കിട്ടുന്നത്, നോൺ ടെക്നിക്കലും കിട്ടുന്നത്. രണ്ടാമത് നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും റെക്കോർഡഡ് ക്ലാസ്സുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ലൈവ് ക്ലാസ് മാത്രമായിരിക്കും ഉണ്ടാവുക. എൻട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ സമയം ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ് ലഭിക്കുന്നത്. അതെങ്ങനെ വെച്ചാൽ ലൈവിൻ്റെ റെക്കോർഡഡ് ക്ലാസ് അങ്ങനെയൊന്നും അല്ല കേട്ടോ. അതായത് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്നത് ഏറ്റവും മികച്ച രീതിയിൽ ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ട് ടീച്ചേഴ്സിൻ്റെ സിലബസ് കൃത്യമായിട്ട് കവർ ചെയ്യുന്നത്, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലഭിക്കും. അത് ആപ്പിലൂടെ സ്റ്റഡി പ്ലാൻ പ്രകാരം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ആപ്പിലൂടെ നിങ്ങൾ കാണുന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, ടീച്ചേഴ്സ് ലൈവായിട്ട് ക്ലാസ്സിൽ വരികയാണ്. അപ്പോൾ ഈ ലൈവായിട്ട് വരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ. അതായത് റെക്കോർഡഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും കൂടി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ് ലഭിക്കുന്നത് എന്നുള്ളതാണ് എൻട്രിയുടെ ഈ ഒരു ബാച്ചിന്റെ RRB JEE ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എൻട്രിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പേഴ്സണൽ മെന്റർഷിപ്പ് ആണ്. അതായത് നമ്മൾ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്യില്ല, ഒരേപോലെ നമുക്ക് പഠിക്കാൻ ഒരു എന്താ പറയുക സെൽഫ് ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളുന്നില്ല. പലപ്പോഴും നമ്മൾ ഡീവിയേറ്റ് ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ എന്ത് ചെയ്യാണ്, എൻട്രിയുടെ പേഴ്സണൽ മെന്റർഷിപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പേഴ്സണൽ മെന്റർഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീഡിയോസുകൾ കാണുന്നുണ്ടോ, എക്സാംസുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക എന്ന എല്ലാ ഡ്യൂട്ടീസും ചെയ്യുന്ന പേഴ്സണൽ മെന്റർഷിപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, RRB JEE നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മോട്ടിവേഷൻ സെഷൻസുമായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ഫാക്കൽറ്റി പൂൾ നിങ്ങളിലേക്ക് എത്താറുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ റൈറ്റ് ട്രാക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മികച്ച ജോലിയിലേക്ക്, ഞാനിപ്പോൾ നേരത്തെ കാണിച്ചെന്ന റിസൾട്ട് ഉണ്ടല്ലേ, അതേപോലെ ഒരു മികച്ച റിസൾട്ടിലേക്ക് നിങ്ങളെ എത്തിക്കുക എന്ന് പറയുന്ന വലിയ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ ഒരു മെന്റർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ സബ്ജക്ട് വൈസ് ടെസ്റ്റുകളുണ്ട്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. എൻട്രിയുടെ മോക്ക് ടെസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, എൻട്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഓൾ കേരള ലെവലിൽ എല്ലാ ഭാഗത്തു നിന്നും, നമ്മൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭാഗത്തു നിന്നുള്ള ഉദ്യോഗാർത്ഥികളും എക്സാം എഴുതുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് കേരളത്തിന്റെ തന്നെ കേരള എക്സാംസുകളിൽ ഒരു മിനിയേച്ചർ ആയിരിക്കും നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ റാങ്ക് എന്ന് പറയുന്നത് അതൊരു ക്ലിയർ ഇൻഡിക്കേഷൻ ആയിരിക്കും നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത്. സോ അത്തരത്തിൽ നമ്മുടെ മോക്ക് ടെസ്റ്റുകൾക്ക് എന്താണ് ആ ഒരു സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി കാണിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ RRB JEE അതായത് ഈ റിസൾട്ട് ഇൻകംപ്ലീറ്റ് ആണ്, ഇനിയും ഒരുപാട് റിസൾട്ടുകൾ വരാനുണ്ട്. കഴിഞ്ഞ RRB JEE എക്സാംസിൽ നമുക്ക് വന്നിട്ടുള്ള റിസൾട്ടുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാം ഏറ്റവും മികച്ച റിസൾട്ടുകൾ. അതായത് ഇവരിൽ ഓരോ റിസൾട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, വളരെ അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ഓരോ റിസൾട്ടും നിങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അതായത് ഈ റിസൾട്ടുകളാണ് ഞങ്ങൾക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ഈ ഒരുപാട് റിസൾട്ടുകൾ, നമ്മുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. ഇതെല്ലാം RRB JEE CBT 2 ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ്. അപ്പോൾ ഈ ഒരു ഇത് ഇൻകംപ്ലീറ്റ് ആണ്. എല്ലാം ഞാനിവിടെ കാണിക്കുന്നില്ല. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രിയുടെ ഈ ഒരു RRB JEE എക്സാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. അടുത്ത അവസരം നിങ്ങളുടേതാണ്. എക്സാമിന്റെ ഡേറ്റ്, എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം വരുമോ അടുത്ത മാസം വരുമോ എന്ന് നോക്കി നിൽക്കാതെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. സോ അതിന് തയ്യാറാണെങ്കിൽ എത്രയും പെട്ടെന്ന് എൻട്രിയുടെ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഇന്ന് തന്നെ നിങ്ങളുടെ പഠനം ഉറപ്പുവരുത്തുക. നമ്മുടെ RRB JEE ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഉണ്ട്, ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഞങ്ങളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ ആഗ്രഹിച്ച സർക്കാർ ജോലി നിങ്ങളിലേക്ക് എത്തട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.